ആണെങ്കിൽ ഇതാ നോക്കിക്കോ, ഈ ഒരു ഷേപ്പ് കണ്ടല്ലോ. ഈ ഒരു ഷേപ്പ് ഇപ്പോൾ ഒന്നാമത്തെ തവണ ഇവിടെ എത്തി, രണ്ടാമത്തെ തവണ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ ലെവലാവും. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസിപ്പൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ പലർക്ക് നേരിടുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മാത്രമല്ല, ഇപ്പോൾ വാഹനമൊക്കെ പഠിച്ച് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസിൻ്റെ ഒരു കേസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ആദ്യമേ തന്നെ ബേസ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട്, അറിയാലോ. നമ്മുടെ ഒരു ക്ലോക്കിൽ 10 എന്ന് പറയുന്ന ആ ഒരു ടൈം അനുസരിച്ചാണ് നമ്മൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യേണ്ടത്, പിടിക്കേണ്ടത്. ഏറെക്കുറെ ഈ ഒരു കണക്ക് വരും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മളിത് വരുന്നത്. പിന്നെ ഇനി ചിലർക്കൊക്കെ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വളവൊക്കെ എത്തുമ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിടിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യും, വളയ്ക്കും. അപ്പോൾ ഒരു പരിധി കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൈ വിട്ട് പിടിക്കുക വളയ്ക്കുന്ന ടൈമിൽ. ഓക്കെ, അതായത് ഇതുപോലെ. ഓക്കെ, ഇനി വലത്തോട്ടാണെങ്കിൽ ഇതുപോലെ. ഓക്കെ, ഇതേപോലെ കൈ വിട്ട് എന്ത് ചെയ്യുക, പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇച്ചിരി എളുപ്പമായിരിക്കും. പിന്നെ ഒന്ന് പഠിച്ചെടുക്കുന്നവരെ, അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ആയി വരുന്നത് വരെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഒരുപാട് സ്പീഡാണെങ്കിൽ നമ്മൾ സ്റ്റിയറിങ്ങും അത്രയും വേഗത്തിൽ തന്നെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്പീഡ് കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിങ്ങും ആ രീതിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി, കൈകാര്യം ചെയ്താൽ മതി. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പൊസിഷൻ പിടികിട്ടുക, മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഇപ്പോൾ അതാ ഞാൻ നോക്കിയപ്പോൾ ഫുള്ള് ഇടത്തേക്ക് ഒടിക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റിയറിങ് ഇടത്തേക്ക് ഒടിക്കുകയാണ്. ഇടത്തേക്ക് ഒടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിങ് ഫുള്ള് ഇടത്തേക്ക് കറക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് വീലിപ്പോൾ ഫുള്ള് എന്ത് ചെയ്യുകയാണ്, ഇടത്തേക്ക് വളഞ്ഞു കാണും, മുഴുവനായും വളഞ്ഞു കാണും. അതിനാണ് നമ്മൾ ഒടിക്കുക എന്ന് ഷോർട്ടായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് ഇടത്തേക്ക് ഒടിച്ചു വരുന്നുണ്ട്. ഇനി അടുത്ത് എപ്പോഴാണ് ലെവലാകുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിലാണെങ്കിൽ ഇതാ നോക്കിക്കോ, ഈ ഒരു ഷേപ്പ് കണ്ടല്ലോ. ഈ ഒരു ഷേപ്പ് ഇപ്പോൾ ഒന്നാമത്തെ തവണ ഇവിടെ എത്തി, രണ്ടാമത്തെ തവണ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ ലെവലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി തന്നെയായിരിക്കും മിക്കവാറും വാഹനങ്ങളെല്ലാം. ഈ ഒരു നിങ്ങൾ ആ ഒരു ലോഗോ വെച്ചോ, അല്ലെങ്കിൽ അതിലുള്ള ഈ ഒരു ഷേപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക, കറക്റ്റ് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി തിരിച്ചാണെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പോൾ വലത്തേക്ക് ഫുള്ളൊടിച്ചു. ഓക്കെ, അതാ വലത്തേക്ക് ഫുള്ളൊടിച്ചു. ഇനി അടുത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ ലെവൽ ചെയ്യണം. എന്ത് ചെയ്താൽ മതി, തിരിച്ച് 2 കറക്കിയാൽ മതി. ഓക്കെ, അതാ നോക്കിയോ, 1 2. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടയർ ലെവലായിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ലെവലാവുന്നതും ഒടിയുന്നതും ഒക്കെ എന്ത് ചെയ്യുക, ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ ഈ ക്ലോക്കിലെ 10 എന്ന് പിടിക്കുന്ന ഈ ഒരു രീതി പലപ്പോഴും ചിലർക്കൊക്കെ എന്താണ് അസൗകര്യമായിരിക്കും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനായാലും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കാറില്ല കേട്ടോ. ഞാനായാലും ശരി മാറ്റിയതായി ഈ ഒരു രീതിയിലൊക്കെയാണ് പിടിക്കുന്നത്. നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ പരമാവധി ഇങ്ങനെ എന്നെ കൈവച്ച് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ വാഹനം എടുക്കാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. മിററെല്ലാം എനിക്ക് ഓക്കെ ആണ്. ഈ ഒരു മിറർ ഒഴിച്ച് കേട്ടോ. ഓക്കെ, മിററൊക്കെ ഓക്കെ ആണ്. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ബേസായിട്ട് എല്ലാം ചെയ്യുക കേട്ടോ. ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഡ്രൈവിങ്ങിന് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ വാഹനം ബ്രേക്കും ക്ലച്ചും ഫുള്ള് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, ഇൻഡിക്കേറ്റർ ഓക്കെ റൈറ്റ് സൈഡിലേക്ക് നോക്കി ഇൻഡിക്കേറ്റർ നമുക്ക് പുറകിൽ നിന്നൊരു വാഹനം വരുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ശേഷം എന്ത് ചെയ്തു, ഇതപ്പോൾ അത്യാവശ്യം നിരപ്പായ റോഡാണ്. എനിക്ക് ഹാഫ് ക്ലച്ചിൽ തന്നെ വണ്ടി എന്ത് ചെയ്യും, പതിയെ മൂവ് ആവുന്നുണ്ട്. ഓക്കെ, ബ്രേക്ക് കൂടെ പതിയെ റിലീസ് ചെയ്തു, പതിയെ പോകും. ഓക്കെ, ഇവിടെയൊക്കെ കണ്ടോ, ഞാൻ ഇപ്പോൾ സ്റ്റിയറിങ് വളരെ കുറച്ച് മാത്രമാണ് തിരിച്ചത്. ഓക്കെ, നമ്മൾ തിരിച്ചിട്ട് അതേ കണക്കിന് എന്ത് ചെയ്യുക, ഇങ്ങോട്ടും കൊണ്ടുവരിക. ഓക്കെ, പലർക്കും പറഞ്ഞത് മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഇതിൽ വരുന്നൊരു ഡൗട്ടാണ് സ്റ്റിയറിങ് എത്ര കറക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു വളവ് നമ്മൾ കാണുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ടോ, ഇടത്തേക്ക് ഒരു വളവ് നമുക്ക് റോഡിന് മുന്നിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ എത്തുമ്പോൾ സ്റ്റിയറിങ് എത്ര കറക്കണം എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ച് അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ കണ്ടോ, ഇത്രയും മാത്രം, വളരെ കുറച്ച് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, വളച്ചതിന് ശേഷം ആ ഒരു വളവ് കുറച്ചൊന്ന് കഴിഞ്ഞു, ഞാൻ വീണ്ടും എന്ത് ചെയ്തു, തിരിച്ച് സ്റ്റിയറിങ് അതേപോലെ ആക്കി. ഓക്കെ, അപ്പോൾ ഈ ഒരു വളവൊക്കെ കുഞ്ഞു വളവുകളാണ്. അപ്പോൾ ഇവിടേക്കാണെങ്കിൽ എന്താണ്, വളരെ കുറച്ച് മാത്രം വളച്ചാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത് അവിടെ നോക്കിയേ, നമ്മൾ വലത്തേക്കൊരു വളവാണ്. ഓക്കെ, നമ്മൾ വളവുകളിൽ ശ്രദ്ധിക്കുക, നമ്മൾ ഇടത് സൈഡ് ചേർത്ത് തന്നെ വളയ്ക്കുക കേട്ടോ. ഓക്കെ, കണ്ടോ. ഓക്കെ, തിരിച്ചു വീണ്ടും അതുപോലെ എന്ത് ചെയ്തു, റിട്ടേൺ കൊണ്ടുവന്നു. ഓക്കെ, ഒരു വളവ് കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യം അനുസരിച്ച് അതിനെ തിരിച്ച് കൊണ്ടുവരിക. നിങ്ങൾ മാക്സിമം സ്പീഡ് കുറച്ച് ഓട്ടിച്ചാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ തിരക്ക് കുറഞ്ഞ റോഡുകൾ പരമാവധി എന്ത് ചെയ്യുക, ആദ്യം തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഇച്ചിരി ബ്ലോക്കൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും.
അപ്പോൾ അതുകൊണ്ട് അതും കൂടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഇനി അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു വളവുകളാണ്. അവിടെയൊക്കെ ഒരുപക്ഷെ നമ്മൾ സ്റ്റിയറിംഗ് അധികം തിരിക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോവും. ഓക്കെ, ഇനി നമ്മളിവിടെ ചില കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ സിനിമയിലൊക്കെ സ്റ്റിയറിംഗ് ഇങ്ങനെ ഇട്ട് കറക്കുന്നത് കണ്ടിട്ട് അവർ കയറി ഉടനെ ചിലപ്പോൾ എന്ത് ചെയ്താൽ ഇതുപോലെ ചുമ്മാ വലത്തോട്ട് ഇടത്തോട്ടൊക്കെ ആക്കും. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നമ്മൾ ആ ഒരു ട്രാക്കിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വളവൊക്കെ അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യുക. ഓക്കെ, ഇവിടെ കണ്ടോ ഒരു കുഞ്ഞു വളവാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കിടപ്പുണ്ട്. പക്ഷെ അതുകൊണ്ട് സ്റ്റിയറിംഗ് വളരെ കുറച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, തിരിച്ചാൽ മതിയാവും ഇവിടെയൊക്കെ. ഓക്കെ, ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ ഒരു 20-30 ആ റേഞ്ചൊക്കെയാണ് പോകുന്നത്. ഒരു 20-25 പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, താഴത്ത് ഇവിടുന്ന് ഇടത്തേക്ക് ഒരു വളവുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. എന്നിട്ട് ആ വളവ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്ത് ചെയ്തു, അതേപോലെ കൊണ്ടുവന്നു. നിങ്ങൾ ആദ്യമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ ഇടത് സൈഡ് കയറി പോയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റോഡിൻ്റെ നടുവിലേക്ക് പോയേക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴായിരിക്കും സ്റ്റിയറിംഗ് ഫുൾ ഒടിക്കുന്നത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് ഒരു എൽ കോർണറിലുള്ള ഒരു വളവ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അവിടെ ഒന്ന് വളയ്ക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ വളയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ഇടത് സൈഡ് ഇടത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്, പക്ഷേ ഇടത് സൈഡ് ചേർന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കവിടെ തട്ടും. അപ്പോൾ കുറച്ച് ഒന്ന് മാറി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടു. ഓക്കെ, മാക്സിമം സ്ലോ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടു. ഓക്കെ, ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ ഫുള്ള് വളച്ച് കേട്ടോ. ഫുള്ള് ഒടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു, തിരിച്ചതുപോലെ കൊണ്ടുവന്നു. ഓക്കെ, വാഹനം നമ്മുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്ത് ചെയ്തു, അതുപോലെ തിരിച്ച് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൽ കോർണർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളവുകളാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട വരുള്ളൂ, സ്റ്റിയറിങ്ങിൻ്റെ ഒരു 90% അല്ലെങ്കിൽ ഒരു 100% കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക മനസ്സിലായി. അല്ലാതെ നമ്മൾ കുഞ്ഞു വളവുകളിലൊന്നും ഇത്രത്തോളം എന്ത് ചെയ്യേണ്ട വരില്ല, സ്റ്റിയറിങ് വളയ്ക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, ഇവിടെ കണ്ടോ അതൊക്കെ കുഞ്ഞു വളവാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ചെറിയ രീതിയിലുള്ളതുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും വരുന്ന ഡൗട്ടാണ് നമ്മൾ ഈ വലത് ട്രാക്കിലാണോ കയറി പോകുന്നത്, അല്ലെങ്കിൽ ലൈനിൻ്റെ പുറത്തൂടെയാണോ ലൈനിൻ്റെ അപ്പുറത്തൂടെയാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവാം. അപ്പോൾ ഇത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ മിറർ വെച്ചാണ് കേട്ടോ. മിററിലൂടെ നമുക്ക് ഈ 2 ലൈനും കാണത്തക്ക രീതിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ അതിൻ്റെ ഒരു നടുവിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ തൊട്ട് പിന്നാലെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഇപ്പോൾ നിലവിൽ സ്റ്റിയറിംഗ് ബാലൻസ് പഠിക്കുന്നവർ എന്ത് ചെയ്യുക, പരമാവധി വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ച് തന്നെ ഓടിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചെടുക്കുക. തിരക്ക് കുറഞ്ഞ റോഡുകൾ പരമാവധി സെലക്ട് ചെയ്യുക, ഒന്ന് ലെവലായി വരുന്നത് വരെ. ഓക്കെ, ഞങ്ങളായാലും ഇവിടെ അത്യാവശ്യം സ്റ്റിയറിംഗ് ബാലൻസിനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അത്യാവശ്യം ചെറിയ ഇടുങ്ങിയ റോഡുകളൊക്കെ ഇല്ല, അത്തരത്തിലുള്ളിടത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ദയവ് ചെയ്ത് ആരും എടുത്തുകൊണ്ട് പോകരുത്, ബാലൻസ് ഇല്ല എങ്കിൽ. ഓക്കെ, കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ പോകുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതുകൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.